അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് ആശ്വാസദായകനാകുന്നു. കർത്താവ് പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണമെന്നാകുന്നു. സ്തോത്രം. ഒരുവൻ ദീനമായി കിടക്കുമ്പോൾ സുഖമുള്ളവർ അവന് വേണ്ടി, ദീനക്കാരന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശ്രദ്ധയേറിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും എന്നാകുന്നു ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കടന്നു വന്നവരെ മുഴുവൻ പേരെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം പറയുന്നു. അതേപോലെ എൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിപ്പാൻ മതിയ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ അനുഗമിക്കണം. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവിനെ അനുഗമിച്ചു വന്നവരെ ഓർത്ത്, കർത്താവിനെ പാടി ആരാധിക്കുവാൻ കടന്നു വന്നവരെ ഓർത്ത്, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാനായി കടന്നു വരും. ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കും. ദൈവവചനം കേട്ടാൽ എന്ത് ചെയ്യും? ദൈവവചനം കേട്ടാൽ നമ്മൾ ഓരോരുത്തർ ജീവിക്കുവാനിടയിൽ തീരും. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കാതെ പോയാൽ നമ്മൾ മരിക്കും, നശിച്ചു പോകും എന്നൊക്കെ ദൈവവചനം എഴുതിയിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ പറയുന്നത് ലോകത്തിന് ഇഷ്ടമല്ല, ലോകക്കാർക്ക് ഇഷ്ടമല്ല. ദൈവത്തെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാത്തവർക്ക് ഇഷ്ടമല്ല. അവൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ നമ്മളിപ്പോൾ ആരാധനാ പ്രസംഗ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ പറയാനിടയെത്തുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ജീവിക്കും, ദൈവത്തെ ആരാധിക്കാത്തവർ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാത്തവർ ആമേൻ ഹല്ലേലൂയ മരിക്കുമോ, നശിച്ചു പോകുമോ എന്ന് പറയേണ്ടിത്തീരുന്നു. ആമേൻ. ആമേൻ. ആ വചനം നമ്മൾ കേൾക്കുമ്പോൾ, അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ സ്തോത്രം ശുശ്രൂഷയുടെ ആമേൻ ചില ഈ ഭാഗങ്ങൾ ആമേൻ നമ്മുടെ പ്രബോധനം ആമേൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട്, അതിന് യൂട്യൂബിലേക്ക് ഇടുന്നതുകൊണ്ട് പിന്നെയും നമ്മളിവിടെ മാത്രം കേൾക്കുന്നതല്ല, പിന്നെയും അത് ജീവനുള്ളതായി എന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ്. അങ്ങനെ ഹല്ലേലൂയ അനേകര് നമ്മുടെ സ്നേഹിക്കുന്ന സഹോദരന്മാർ ഭൂമിയുടെ അറ്റത്തുനിന്ന് ഇവിടെ നിന്നെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ, പിന്നെയും അത് കേൾക്കുമ്പോൾ ആമേൻ പലരും ആമേൻ ചിലപ്പോൾ ദൈവസന്നിധിയിൽ ഉള്ളവരായിരിക്കാം, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ദേവന്മാരെ ആരാധിക്കുന്നവരായിരിക്കാം. അവരൊക്കെ കേൾക്കുമ്പോൾ ആമേൻ ഈ ദൈവദാസൻ പറയുകയാണ് ഹല്ലേലൂയ ആമേൻ, ദൈവവചനം കേൾക്കാത്തവർ നശിച്ചു പോകുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നശിച്ചു പോകുമോ എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യമുണ്ട്. മരിച്ചു പോകുമോ? ഹല്ലേലൂയ. മരിച്ചെന്ന് ലോകം പറയും, നമ്മൾ പറയും ദൈവവചനം കേട്ടില്ലെങ്കിൽ നശിച്ചു പോകും, ദൈവവചനം കേട്ടില്ലെങ്കിൽ മരിച്ചു പോകും എന്നൊക്കെ പറയും. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തിലൂടെ ഹല്ലേലൂയ ലോകം പറയുന്നു, ദൈവവചനം കേട്ട് ലോകം പറയുന്നത് ഞങ്ങളാരും ഇതുവരെ ദൈവമക്കള് ദൈവവചന പ്രകാരം ജീവിക്കുന്നവരാണ് ദൈവമക്കള്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലോകക്കാര് പറയും ഞങ്ങളിതുവരെ നിങ്ങളുടെ വചനം, നിങ്ങളുടെ ജീവനുള്ള ദൈവത്തിന്റെ വചനം ഞങ്ങൾ കേട്ടില്ല, ഇതുവരെ ഞങ്ങൾ ഭരിച്ചില്ലല്ലോ ഹല്ലേലൂയ എന്നൊക്കെ ലോകക്കാർക്ക് ഒരുപാട് പറയാൻ കാണും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം പറയുന്നു ആമേൻ, ദൈവവചനം കേട്ടില്ലെങ്കിൽ മരിക്കും എന്നുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം എന്ന് പറയുന്നത്, ലോകപ്രകാരം ആമേൻ ദൈവപ്രകാരം ദൈവവചനം കേട്ട് നമ്മൾ അനുദിനം ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെയും പരലോകത്തിലും ജീവിക്കും, നമ്മൾ എല്ലാ തലത്തിലും ജീവിക്കും. രോഗിയായി തീർന്നാലോ, ഭാരപ്പെട്ടാലോ, ബലഹീനത അനുഭവിക്കേണ്ടി വന്നാലോ, എല്ലാറ്റിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമ്മൾ ജീവിപ്പാനിടയിൽ തീരും. നമ്മൾ പാപിയായി തീർന്നാലോ, പാപമോചനം പ്രാപിച്ച് നമ്മൾ വീണ്ടും നമ്മൾ ജീവിപ്പാനിടയിൽ തീരും. അതാകുന്നു ദൈവവചനത്തിന്റെ സവിശേഷത. എന്നാൽ ലോകപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ലോകക്കാർ പറയുന്നത് കേട്ട് ആമേൻ നമ്മൾ മുൻപോട്ട് പോയാൽ നശിച്ചു പോകും, ലോകവും അതിൻ്റെ ഭോഗവും ഒഴിഞ്ഞു പോകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. എന്നാൽ ദൈവഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ദൈവഇഷ്ടമാണ് ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവവചനം കേൾക്കുക, പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കേട്ട് അനുസരിക്കുക.
എന്നുള്ളതൊക്കെയാകും ദൈവത്തിന്റെ വചനം പറയുന്ന. പ്രൈസലോട് ദൈവവചനം പറയുന്നത് കേട്ടാൽ ജീവിക്കും, അല്ലെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ നശിച്ചു പോകും എന്ന് ഞാൻ ഈ പകൽക്കാലത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവവചനത്തിലേക്ക് നമ്മളെ ചിന്തയിലേക്ക് കടന്നു പോകുമ്പോൾ യെഹെസ്കേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വചനം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്. യെഹെസ്കേലിന്റെ പുസ്തകം 37-ന്റെ 3, 4, 5 വചനം ഒന്ന് വായിച്ചാട്ടെ ദേവാസിയെ. യെഹെസ്കേൽ അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യഹോവയായ കർത്താവേ നീ അറിയുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ കർത്താവ് ചോദിക്കുകയാണ്. ആമേൻ, പ്രവാചകനെ അസ്ഥികൂമ്പാരങ്ങളുടെ നടുവിൽ നിർത്തിയിരിക്കുകയാണ്. യെഹെസ്കേലിനെ അസ്ഥികൂമ്പാരങ്ങളുടെ നടുവിൽ നിർത്തിയിരിക്കുകയാണ്. അസ്ഥികൂമ്പാരത്തെ നമ്മൾ നോക്കിയാൽ അസ്ഥികൾക്ക് ജീവനില്ലാത്ത അസ്ഥികൂമ്പാരത്തിന്റെ നടുവിൽ പ്രവാചകനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. യെഹെസ്കേലിനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. യെഹെസ്കേലിനോട് ദൈവം ചോദിക്കുകയാണ്, ആമേൻ, പ്രവാചകനെ, ഹല്ലേലൂയ, യെഹെസ്കേലേ ഈ അസ്ഥികൾ ജീവിക്കുമോ ചോദിപ്പോ. എന്നാൽ പ്രവാചകൻ പറയുന്നു, അത് അങ്ങ് അറിയുന്നു ജീവിക്കുമോ ഇല്ലയോ എന്ന്. അങ്ങയാൽ കഴിയാത്തൊരു കാര്യവുമില്ല. ആമേൻ, അങ്ങയാൽ കഴിയാത്തൊരു കാര്യമില്ല. അങ്ങ് ജീവിപ്പിച്ചാൽ ആമേൻ മനുഷ്യനെ പൊടിയിൽ നിന്ന് ആമേൻ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അതിൻ്റെ മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേൽ ജീവനെ പകർന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവായ ദൈവത്തിന്, നമ്മുടെ യേശുവിന്, ഹല്ലേലൂയ, ഈ അസ്ഥിയെയും ജീവിപ്പിക്കുവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, ഈ അസ്ഥി ജീവിപ്പാൻ തീരും. ഹല്ലേലൂയ. ആയതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, കർത്താവ് അറിയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചാലും ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു. നീ സകലതും നീ അറിയുന്നു. ആരൊക്കെ ജീവിക്കും, ആരൊക്കെ മരിക്കും എന്ന് നീ അറിയുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഈ അസ്ഥികളെ കുറിച്ച് ദൈവം പറയാണ്, പ്രവാചകനോട് പറയാണ്, നീ അസ്ഥികളോട് പ്രവചിച്ചു പറയേണ്ടതിന്. അസ്ഥികളെ ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. മതി. സ്തോത്രം. അവിടെ ദൈവം പറയുന്ന കാര്യമാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രവാചകനോട് പറയാണ്, നീ പ്രവചിക്കാൻ പറയ, അസ്ഥികളോട് പ്രവചിക്കാൻ പറയാണ്. പ്രവാചകൻ പ്രവചിച്ചു പറയാണ്, ഉണങ്ങിയ അസ്ഥികളെ, ചത്തുകിടക്കുന്ന അസ്ഥികളെ, ശവപ്പറമ്പിൽ ആമേൻ ശേഷിപ്പായി കിടക്കുന്ന, നശിച്ചു കിടക്കുന്ന അസ്ഥികളെ, ദൈവത്തിന്റെ വചനം കേൾക്കാ. എന്നാൽ ഇന്ന് പകൽക്കാലത്തിൽ നിങ്ങൾ ജീവിപ്പാൻ ഇടയെത്തീരും. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ജീവന്റെ വചനെ, ആമേൻ, ഈ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അതിൽ ഇറങ്ങുവാനിടയെത്തീരും. ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർ ജീവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർ ജീവിക്കും. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരുടെ മേല് ദൈവത്തിന്റെ ആത്മാവ് ദൈവം പകരുവാനിടയെത്തീരും. ഹല്ലേലൂയ. എന്നാൽ ലോകം കേൾക്കുന്നില്ല, ലോകം ദൈവത്തിന്റെ വചനം കേൾക്കുന്നില്ല. ആയതുകൊണ്ട് ആമേൻ, ദൈവത്തിന്റെ ആത്മാവിനെ അതിൽ അവരുടെ മേൽ ദൈവം പകരുന്നില്ല. അവരുടെ ആയുസ് ഏറിയാൽ 70-80. അതിന്റെ പര്യവസാനം കഷ്ടവും സങ്കടവും പ്രതികൂലങ്ങളും. ഒടുവില് ആമേൻ ആശുപത്രികളിൽ പോകും, അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരും. അത്ര തന്നെ. അവർക്ക് യാതൊരു പ്രത്യാശയുമില്ല. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ, ദൈവവചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവവചന പ്രകാരം ദൈവം അവരെ ഉയർത്തുവാൻ തീരും. രോഗശൈലിയിലാണോ, ഭാരത്തിലാണോ, ബലഹീനതയുടെ കഷ്ടത്തിലാണോ, ഏകാന്തതയിലാണോ, കണ്ണുനീരിന്റെ താഴ്വരയിലാണോ, എല്ലാ തലത്തിൽ നിന്നും കർത്താവ് ഉയർത്തും. മതിയ ദൈവ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലത്തിൽ കേൾക്കുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, ദൈവവചനം ജീവിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ മരിപ്പിക്കുന്ന
വചനവും ഉണ്ട് കേട്ടോ. ആരുടെ വചനമാണ്? ആമേ മരിപ്പിക്കുന്നത്, ആമേ ദൈവവചനം ജീവിപ്പിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ജീവിപ്പിക്കുന്നതാണ്. ഇരട്ടി ശക്തിയെ പകരുന്നതാണ്, ഇരട്ടി ബുദ്ധിയെ, ഇരട്ടി ജ്ഞാനത്തെ, ഇരട്ടി കൃപകളെ, ഇരട്ടി അഭിഷേകത്തെ, ആമേ ആയുസ്സിനെ, ആരോഗ്യത്തെ ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിട്ട് ഈ ലോകത്തിൽ പരലോകത്തിൽ ദൈവമാവുന്ന കർത്താവ്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ലോകപ്രകാരം ജീവിക്കുകയാണെങ്കിലോ ദൈവവചനം കേൾക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ, അനുഗമിക്കാതെ, ദൈവത്തെ തിരസ്കരിച്ചിട്ട് ആമേൻ ലോകപ്രകാരം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ലോകത്തിന്റെ പ്രഭു ആമേൻ ഇടപെടുവാനിടയത്തരം. ആമേൻ ലോകത്തിന്റെ പ്രഭു എന്താ പറയുന്നത്? ലോകവും അതിൻ്റെ മോഹവും ആമേൻ ആമേൻ എങ്കലേപ്പിച്ചെന്ന് പറയുന്നത് സാത്താൻ പറയുകയാണ്. എന്നാൽ ദൈവജനം പറയുന്നത് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ദൈവജനം വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് സാത്താൻ പറയുന്നത് എന്താണ്? സാത്താനാണെന്നു ആമേൻ മനുഷ്യന്റെ ആയുസ്സിനെ കുറപ്പിക്കുന്നത്. മരണാധികാരി സാത്താനാകുന്നു. ദൈവത്തിന്റെ വചനം കേട്ടാൽ ജീവിക്കുമെന്ന് നമ്മൾ ചിന്തിപ്പാനിടയിൽ ആമേൻ ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുകയാണ്. എന്നാൽ സാത്താൻ പറയുന്നത് കേട്ടാൽ മരിക്കും, നമ്മൾ നശിക്കും. ഹല്ലേലൂയ. ആമേൻ. ആദിയിൽ ഏദൻ തോട്ടത്തില് ആമേൻ ആമേൻ ദൈവം ആമേൻ മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തില് ദൈവം കർത്താവ് കൊണ്ടുവരേണ്ടായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം കർത്താവ് താൻ സൃഷ്ടിച്ചതിന് മനുഷ്യനെ, ആദാവിനെ അവയോടും ദൈവം കർത്താവ് ആമേൻ ദൈവവചനം പറയുവാനിടയായി തീർന്നു. നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ ഈ വചനങ്ങൾ പ്രമാണിക്കണം. അങ്ങനെ ദൈവം ഒരു കൽപ്പന കൊടുക്കുവാനിടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-17 ഒന്ന് വായിച്ചാൽ ദിവസേ. ആമേൻ ആമേൻ. ഈ വചനം വായിക്കുമ്പോൾ ഈ വചനത്താൽ ജീവിക്കും എന്നാകുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 15, 16, 17 വചനങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും കാപ്പാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടംപോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്, നശിച്ചു പോകാതിരിക്കേണ്ട നിങ്ങൾ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ആമേൻ ആമേൻ ആമേൻ. ആദിയിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തോട്ടത്തിൽ കൊണ്ടുവന്നു. ആമേൻ. താൻ മനുഷ്യന് വേണ്ടി ഒരുക്കിയ തോട്ടത്തിൽ ദൈവത്തോടു കൂടെ എന്നും ശാശ്വതമായി ജീവിക്കുവാൻ വേണ്ടി ആമേൻ ഹല്ലേലൂയ മനുഷ്യന് വേണ്ടി ഒരുക്കിയ തോട്ടത്തിലേക്ക് ദൈവം ആമേൻ മനുഷ്യനെ കൊണ്ടുവരേണ്ടത്. ദൈവം അവിടെ വെച്ച് മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ എന്താ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത്. നാമേ തോട്ടത്തിലെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നുന്ന നാളെ നിങ്ങൾ മരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ എല്ലാ കാലത്തും ജീവിക്കണം, മനുഷ്യൻ മരിക്കരുത്. ദൈവം എന്നേക്കും ജീവിച്ചിരിക്കുന്നത് പോലെ മനുഷ്യരും എന്നേക്കും ജീവിച്ചിരിക്കണം ഒന്നാകുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അങ്ങനെ ദൈവം പറയാനിടയായിരുന്നു. ദൈവം പറഞ്ഞത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളെ നീ മരിക്കുവാനിടയായിരുന്നു, ആയതുകൊണ്ട് നീ തിന്നരുത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം കൽപ്പിച്ച് പോയപ്പോഴാകുന്നു ഇത് ദൈവ കൽപ്പനയാകുന്നു. ഈ കൽപ്പന ദൈവം കൊടുത്തിട്ട് മനുഷ്യന് കൊടുത്തിട്ട് അങ്ങോട്ട് പോയപ്പോഴാകുന്നു മരണാധികാരിയാകുന്നത് സാത്താൻ അവിടെ കടന്നു വരേണ്ടത്. മരണാധികാരി കടന്നു വന്ന് എന്താ പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. 1 മുതൽ ചില വചനം വായിച്ചാട്ടെ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും തുടർന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സാത്താൻ പറയുന്ന ഉപദേശമാണ്. ആദ്യം ദൈവം പറഞ്ഞ് ജീവിക്കുക, മനുഷ്യൻ എന്നുവന്നേക്ക് ജീവിക്കുവാൻ വേണ്ടി ദൈവം കൽപ്പിച്ചു. ദൈവവചനം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞത് ദൈവവചനം നമ്മളെ ജീവിപ്പിക്കുന്നു. ദൈവപ്രവചനം കേട്ടാൽ നമ്മൾ ജീവിക്കും. എന്നാൽ ഇത് ജീവന്റെ വചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ മരിക്കുന്ന വചനങ്ങളാണ് ഇതാ പറയാൻ പോകുന്നത്. സാത്താന്റെ വചനം. ദൈവവചനം കേട്ടാൽ നമ്മൾ ജീവിക്കും, സാത്താന്റെ വചനം കേട്ടാൽ നമ്മൾ മരിക്കും, നശിച്ചു പോകും. സാത്താന്റെ വചനങ്ങളെല്ലാം ലോകപ്രകാരമുള്ളതാണ്, ദൈവഗത പ്രകാരമുള്ളതല്ല. ദൈവഗത പ്രകാരമുള്ളതല്ലോ, ലോകപ്രകാരമുള്ളതാണ്.
ഹല്ലേലൂയ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന് പറയാണ്. ആമേൻ. അത് വായിച്ചാട്ടെ. ആമേൻ. സാത്താൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 3:1 മുതൽ 5 വരെ വായിച്ചാട്ടെ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് തുടർന്ന് വായിക്കണം. ആമേൻ. ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം തോട്ടത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോഴാകുന്നു മരണാധികാരിയാകുന്ന സാത്താൻ, ആമേൻ, മനുഷ്യനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സാത്താൻ അവിടെ കടന്നു വരേണ്ടിയിരുന്നത്. മനുഷ്യനെ പാപിയാക്കി രോഗിയാക്കി ഹല്ലേലൂയ മരിപ്പിക്കുന്ന സാത്താൻ അവിടെ കടന്നു വരേണ്ടിയിരുന്നത്. സാത്താൻ വന്ന് മനുഷ്യനെ ഉപദേശിക്കുന്നത് ദൈവിക ഉപദേശം പറഞ്ഞ് നിത്യമായി ജീവിക്കുവാനുള്ള ദൈവിക ഉപദേശങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയ നോക്കി സാത്താൻ ഇവിടെ തോട്ടത്തിൽ കടന്നു വരേണ്ടിയിരുന്നു. സാത്താൻ എന്ന് പറയുന്ന കാര്യമാണ്. സ്തോത്രം. ആമേൻ. സ്ത്രീയെ വിളിച്ചിട്ട് ഔവയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ദൈവം പറഞ്ഞോ ഈ തോട്ടത്തിലുള്ള ഫലം ആമേൻ വാസ്തവമായി തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടോ എന്ന് ചോദിപ്പാനിടയായിരുന്നു. ദൈവം ഔവ പറഞ്ഞു, ഹല്ലേലൂയ, ഇത് ആമേൻ തോട്ടത്തിലുള്ള സകലതും തിന്നാം, പക്ഷേ നന്മതിന്മകളെ കുറിച്ചിട്ടുള്ള തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷങ്ങൾ തിന്നരുതെന്ന് പറയാനിടയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അതിന് മറുപടിയായി പാമ്പ് പറഞ്ഞെന്താണ്? സാത്താൻ പറഞ്ഞെന്താണ്? നിങ്ങൾ മരിക്കുകയൊന്നുമില്ല, അത് തിന്നുന്ന നാളിൽ നിങ്ങൾക്കിൻ്റെ കണ്ണുകൾ തുറന്നിട്ട് നിങ്ങൾ നന്മതിന്മകളെ കുറിച്ച് അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറയാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു തെറ്റായ ഉപദേശം ആമേൻ സാത്താൻ മനുഷ്യന് കൊടുക്കുവാനിടയായിത്തീർന്നു. ഒരു തെറ്റായ ഉപദേശം മനുഷ്യന് ദൈവം കൊടുത്ത ശരിയായ ഉപദേശത്തിന് വിരുദ്ധമായിട്ട് ഒരു തെറ്റായ ഉപദേശം അവിടെ കൊടുക്കാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സാത്താൻ പറഞ്ഞത് കാര്യം ഇതാണ്. ആമേൻ. നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ച് ഈ വർഷഫലം ഭക്ഷിക്കുന്ന നാളിൽ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്നവരായി ആമേൻ നിങ്ങളുടെ കണ്ണൊക്കെ തുറന്നിട്ട് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു തെറ്റായ ഉപദേശം ആമേൻ ഈ മനുഷ്യൻ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിന് ദൈവജനം ഇഷ്ടമല്ല കേട്ടോ. ദൈവജനത്തോട് താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനം കേൾക്കാൻ ആമേൻ അത്രത്തോളം ആർത്തിയില്ല, ആവേശമില്ല, ആഗ്രഹമില്ല. ലോകപ്രകാരം ലോകക്കാര് പറയുന്നതാണ് കേൾക്കുവാൻ ഒട്ടേറെ താല്പര്യം. ഇവിടെ ഏതെൻ തോട്ടത്തിൽ നോക്കിയാൽ ഏതെൻ തോട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് ആമേൻ ദൈവം പറഞ്ഞതിന് ഉപരി ദൈവം പറഞ്ഞതിനപ്പുറം ആമേൻ സാത്താൻ പറഞ്ഞത് കേട്ടാണ് ആമേൻ മനുഷ്യൻ അനുസരിപ്പാനിടയെത്തിരുന്നത്. സാത്താൻ്റെ ഉപദേശം മനുഷ്യനെ അനുസരിപ്പാനിടയെത്തിരുന്നു. ദൈവിക ഉപദേശം ദൈവത്തിൻ്റെ വചനം ആമേൻ കേട്ടനുസരിച്ചില്ല. ആമേൻ സാത്താൻ പറഞ്ഞ ഉപദേശം കേട്ടനുസരിച്ചു. കുറച്ച് കഴിയുമ്പോൾ ദൈവം വന്നു നോക്കിയപ്പോൾ കാണാം ആമേൻ ദൈവം പറഞ്ഞതിന് തെറ്റിനുമേ തിരസ്കരിച്ച് സാത്താൻ പറയുന്നത് കേട്ട് അവർ മുഴുവനും പാപികളായി തീർന്നു. അങ്ങനെ തന്നിമിത്തം ദൈവം പറഞ്ഞു, നീ തോട്ടത്തിൽ നട്ടിരിക്കുന്ന നന്മതിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷഫലം തിന്നുന്ന നാളെ നീ മരിക്കുമെന്ന് പറയുവാനിടയെ തീർന്നു. അങ്ങനെ മനുഷ്യനൊക്കെയും ആമേൻ ആ കാലഘട്ടത്തിൽ മരിപ്പാനിടയെ തീർന്നു. എന്നാൽ സകല മനുഷ്യരും അങ്ങനെ മരിച്ച് ഭാവികളായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം. ലോകപ്രകാരം ജീവിക്കുന്ന മാനവരാശി മുഴുവനും മരിച്ചവരുടെ ലിസ്റ്റിലാണ്. പ്രൈസ് ദി ലോർഡ്. മരിച്ചവരുടെ ലിസ്റ്റിലാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി ജീവിക്കുന്നവനാകുന്ന കർത്താവ് യേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? മരിച്ചവരെ ഉയർത്തുവാൻ വേണ്ടിയാകുന്നു. ആമേൻ. തന്നെ അപ്രകാരം അന്ന് മരിച്ചവരാകുന്നവരെ ആ കാലം മുതൽ ഈ കാലം വരെയും ആമേൻ ലോകസംബന്ധമായി ആമേൻ പാപസംബന്ധമായി മരിച്ചവരെ ഉയർത്തുവാനായി ലോകത്തിലേക്ക് കർത്താവ് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസ് സുവിശേഷം വായിക്കും. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വചനം ഒന്ന് വായിച്ചാട്ടെ. അവിടെ പറയപ്പെടുന്നത് പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ജീവിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. അവിടെ സാത്താൻ പറയുന്നത് ഈ ലോകത്തിലുള്ള അത് തിന്നാൽ ജീവിക്കും. സാത്താൻ പറയുന്നത് നമുക്കെല്ലാവർക്കും ലോകപ്രകാരം ജീവിക്കുന്നവർ നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, നമുക്ക് ലോകപ്രകാരമുള്ള ആഹാര പദാർത്ഥങ്ങൾക്ക് നമ്മൾ കഴിക്കണം.
എന്നാൽ ലോകപ്രകാരം ഉപദേശിക്കുന്ന സാത്താൻ പറയുന്നതും ദൈവം പറയുന്നത് ഇവിടെ ഉണ്ട്. കർത്താവ് പറയുന്നത് ഇവിടെ ഉണ്ട്. ദൈവം പറയുന്നത് ദൈവവചന പ്രകാരം ദൈവവചനം പഠിച്ചാൽ നമുക്ക് ജീവിക്കാം. Praise the Lord. ദൈവവചനം പഠിച്ചാൽ, ദൈവവചനം കേട്ടനുസരിച്ചാൽ നമുക്കിവിടെ ജീവിക്കാം. സാത്താൻ പറയുന്നത് ആമേൻ ഹല്ലേലൂയ ലോകപ്രകാരം ഉള്ളത് തിന്നാൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നാണ്. Praise the Lord. അങ്ങനെ ആമേൻ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ആമേൻ ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. യേശു സ്നാനമേറ്റ് അങ്ങ് ആമേൻ കര കയറി, യോഹന്നാസ്നാപകനാൽ സ്നാനമേറ്റിട്ട് കരയിൽ യോർദാൻ്റെ കരയിൽ കയറിയിട്ട് അങ്ങനെ യേശു അങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ യേശു നടക്കുന്ന സന്ദർഭത്തിൽ ഒന്ന് തുടങ്ങി 40 ദിവസത്തോളമായി യേശു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മരുഭൂമിയിലൂടെ. ഹല്ലേലൂയ. ആമേൻ. നടക്കുമ്പോൾ അവിടെ അതിന് യേശുവിന് പുറകെ സാത്താനുണ്ട് കേട്ടോ. സാത്താൻ ആമേൻ നോക്കുന്നത് യേശുവിന് എപ്പോഴെങ്കിലും വിശക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സാത്താനെ കുറിച്ച് പറയുന്നത് പരീക്ഷകൻ യേശുവിന്റെ പുറകെ ഉണ്ടായിരുന്നു. പരീക്ഷകനാണ് സാത്താൻ. നമ്മളെ പരീക്ഷിക്കുന്നത് സാത്താനാണ്. ലോകപ്രകാരം നമ്മളെ നടത്തുന്നത് സാത്താനാണ്. ദൈവത്തിന്റെ വഴികളെ വിട്ട് പിരിക്കുന്നത് വേർപെടുന്നത് സാത്താനാണ്. ഹല്ലേലൂയ. സാത്താൻ യേശുവിൻ്റെ പുറകെ ഇങ്ങനെ വരുവാനിടെ പുറകെ നടക്കണം. അങ്ങനെ ഒന്നിന് പുറകെ 40 ദിവസമായപ്പോൾ യേശുവിന് വിശക്കുവാനിടയിൽ തീർന്നു. സാത്താൻ നോക്കുന്നത് ലോകപ്രകാരം യേശു എന്തെങ്കിലും ഭക്ഷിക്കുന്നുണ്ടോ, എത്രത്തോളം ദൈവജനം ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു എന്നുള്ളത് കാണേണ്ടതിന് അങ്ങനെ പരീക്ഷകൻ അങ്ങനെ കൂടെ നടക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പരീക്ഷകനാകുന്ന സാത്താൻ നമ്മുടെ പുറകിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവവചന പ്രകാരം എത്രത്തോളം ജീവിക്കുന്നു എന്ന് നോക്കേണ്ടത് സാത്താൻ ഓരോ നിമിഷവും ആമേൻ നമ്മൾ ഓരോ കാല് മുൻപോട്ട് വയ്ക്കുമ്പോൾ സാത്താൻ നമ്മളെ പറയേണ്ട. ഹല്ലേലൂയ. ഇവിടെ യേശുവിന്റെ പുറകില് നടന്ന സാത്താൻ ആമേൻ ഒന്നിനു പുറകെ യേശു മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ 40 ദിവസമായപ്പോൾ യേശുവിനോട് സാത്താൻ പറഞ്ഞു നിനക്ക് വിശക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. യേശു ആമേൻ 40 ദിവസമായപ്പോൾ യേശു ഒന്ന് പുറകോട്ട് നോക്കി. 40 ദിവസം വരെ ഇങ്ങനെ മുൻപോട്ട് നടക്കുകയായിരുന്നു. Praise the Lord. ആമേൻ. ദൈവത്തിന്റെ വചനപ്രകാരം യേശു മുൻപോട്ട് നടക്കുവാനിടയിൽ തീർന്നു. എന്നാൽ ഈ ലോകത്തിലെ ഇടപ്രകാരം അവതരിച്ച കർത്താവിന് 40 ദിവസമായപ്പം യേശുവിന് വിശക്കുവാനിടയിൽ തീർന്നു. യേശുവിന് വിശന്നപ്പോൾ സാത്താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സാത്താൻ പറയുന്നത് ആമേൻ യേശുവിന് വിശക്കുന്നു എന്ന് മനസ്സിലായിട്ട് യേശു ഒന്ന് ആമേൻ മുൻപോട്ട് നടന്നിട്ട് 40 ദിവസം കൊണ്ട് ഭക്ഷിപ്പാനുള്ള യാതൊന്നും കണ്ടെത്തിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സാത്താൻ പറയുകയാണ് ഈ കല്ല് വേണമെങ്കിൽ അപ്പമായി തീരുവാൻ നീ ഒന്ന് കൽപ്പിക്കാൻ പറഞ്ഞു. സാത്താൻ അറിയാം കല്ല് വേണമെങ്കിലും അപ്പമായി തീരുവാൻ യേശു വിചാരിച്ചാൽ അത് യേശു കൽപ്പിച്ചാൽ കല്ലും അപ്പമായി തീരും എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ടാണ് യേശു 40 ദിവസം നടന്നിട്ടും മരുഭൂമിയിലൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. പണ്ടൊരിക്കൽ ഇത് ഏദൻ തോട്ടമായിരുന്നു ഈ മരുഭൂമിയൊക്കെ. സാത്താനാകുന്നു ഈ മരുഭൂമിയെ ഏദൻ തോട്ടത്തെ മരുഭൂമിയാക്കി തീർത്തത്. ഹല്ലേലൂയ. അങ്ങനെ ഈ മരുഭൂമിയിലൂടെ യേശു നടക്കുമ്പോൾ യേശുവിന് വിശന്നു 40 ദിവസം കഴിഞ്ഞപ്പോഴേ സാത്താൻ പറയണത് ഈ കല്ല് വേണമെങ്കിൽ അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ വചനം ഞാൻ പറഞ്ഞ ഭാഗം തൊട്ട് അങ്ങോട്ട് വായിച്ചാലും പറഞ്ഞ ഭാഗം അപ്പോൾ പിശാച് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് നീ ദൈവപുത്രനല്ലേ, നിന്നാൽ കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. ആമേൻ. ഹല്ലേലൂയ. യേശുവിനോട് പറഞ്ഞു ആമേൻ നീ ദൈവപുത്രനല്ലേ, ഈ കല്ല് വേണമെങ്കിൽ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക, അപ്പൊ നിന്റെ വിശപ്പൊക്കെ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞു. യേശു അവനോട് മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അവിടെ യേശു പറയുന്നൊരു കാര്യമാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പറഞ്ഞു. സാത്താൻ ലജ്ജിച്ചു പോകാനിടയിൽ തീർന്നു. ആമേൻ. യേശു പറഞ്ഞ മറുപടി ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ എത്ര പേർ ഈ ജീവന്റെ വചനം കേൾക്കുന്നത് കരമടിച്ച് ഒന്ന് ദൈവത്തിന് ഒന്ന് മകത്വം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര പേർ ജീവിക്കുന്നു, ഈ വചനപ്രകാരം ജീവിക്കുന്നു. നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും, ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരിക്കും. ഓ ഹല്ലേലൂയ. ചലനമറ്റ ആത്മാക്കളെ ആമേൻ
ആമേൻ വീണ് കിടക്കുന്നവരെ ഉയർത്തുന്ന, ചാവാറായതിനെ, രോഗിയായി തീർന്നതിനെ, മരിക്കും, നാളെ മരിക്കും, ആശുപത്രികൾ ആമേൻ വഴിവിട്ട, ആമേൻ ഹല്ലേലൂയ കൈവിട്ടവർ എല്ലാവരും ആമേൻ ജീവൻ പ്രാപിക്കും. എല്ലാവരും ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ആരുമില്ല കേട്ടോ. അന്ന് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ താല്പര്യം ലോകത്തിൻ്റെ ഉപദേശമാണ്, സാത്താൻ്റെ ഉപദേശമാണ്. സാത്താൻ്റെ ഉപദേശം കേൾക്കാൻ വളരെ താല്പര്യം. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്ന് ഒട്ടനവധി പേരും ആമേൻ ഹല്ലേലൂയ രോഗമോ ഭാരമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകും, ആശുപത്രിയിലേക്ക് പോകും. ഡോക്ടർമാർ പറയുന്നത് കേൾക്കുവാൻ നമുക്ക് വളരെ താല്പര്യമാണ്. ലോകം ഇന്ന് അപ്രകാരമാണ്. എന്നാൽ ദൈവജനം പറയുന്നു, ദൈവജനം കേട്ടാൽ നീ ജീവിക്കും, നീ സൗഖ്യമാകും, നീ വിടുവിക്കപ്പെടും, നീ രക്ഷിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഹല്ലേലൂയ. നീ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. സകല വിടുതലുകൾ, സകല അനുഗ്രഹങ്ങളും ദൈവജനപ്രകാരം വരുവാനിടേ തീരും. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനസ്സ് ഒരുത്തൻ്റെ കണ്ണിലും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ മനസ്സിൽ തോന്നിയിട്ടില്ല. അത്ര വലിയ നന്മകളാണ് ഹല്ലേലൂയ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം എന്ന കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ ഹല്ലേലൂയ 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 കരമടിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാടി വിശ്വാസത്തോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി നമ്മുടെ മേല്. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകളെ പ്രാപിച്ചെടുക്കാതിരിക്കുവാൻ വേണ്ടി സാത്താൻ ഈ ലോകത്തെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ ആയതുകൊണ്ട് ഈ ലോകപ്രകാരം ജീവിക്കുന്നവര് കണ്ണ് തുറക്കാതെ കണ്ണടച്ച് സാത്താൻ അടച്ചു വെച്ചിരിക്കുന്നവര് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഉടനെ ആശുപത്രിയിലേക്ക് പോകുവാനിടയായി തീരും. ഹല്ലേലൂയ ആശുപത്രിയിലേക്ക് പോകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആശുപത്രിക്കാര് ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ ജീവിതത്തില് ആശുപത്രിയിൽ ചെന്ന് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം, ദൈവജനം കേൾക്കേണ്ടത് ദൈവജന പ്രകാരം നമ്മൾ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുന്നതിന് പകരം ലോകത്തിൽ ചെന്ന് ആശ്രയിക്കുമ്പോൾ, ആശുപത്രികളിലെ മറ്റു സംവിധാനങ്ങളെ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ ആശുപത്രിക്കാര് അവർക്ക് കുറച്ച് കാശ് കിട്ടണം. അവർക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് രോഗമെന്നോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന പകരം ലോകത്തിൽ ആശ്രയിക്കുകയാണ്, വൈദ്യന്മാരെ ആശ്രയിക്കുകയാണ്, ഡോക്ടർമാരെ ആശുപത്രിയിൽ ആശ്രയിക്കുകയാണ്. നമ്മൾ അവിടെ പോകുമ്പോൾ അവർ പറയും ഇന്ന ട്രീറ്റ്മെൻറ്റിന് ഇത്ര ലക്ഷം രൂപ, ഹൃദയ ശസ്ത്രക്രിയയ്ക്ക്, ഹാർട്ടിൻ്റെ ഹല്ലേലൂയ ലിവറിൻ്റെ ശസ്ത്രക്രിയയ്ക്ക്, അല്ലെങ്കിൽ കിഡ്നിയുടെ ശസ്ത്രക്രിയയ്ക്ക് ഇത്ര ലക്ഷം രൂപ അടയ്ക്ക്. ഹല്ലേലൂയ. അവിടെ ലോകത്തിൻ്റെ ഉപദേശം മനുഷ്യൻ സ്വീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉപദേശം തിരസ്കരിച്ചിട്ട് ലോകത്തിൻ്റെ ഉപദേശം. ഇവിടെ ഡോക്ടർമാർ പറഞ്ഞ എന്തിനു വേണ്ടിയാണ്? രക്ഷയ്ക്ക് വേണ്ടിയാണ്. ജീവിക്കുവാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനും ഇത് ചെയ്യുന്നത്, ജീവിക്കുവാൻ വേണ്ടി. ഇവിടെ ദൈവജനം എന്താ പറയണത്? ദൈവജനം കേൾക്കുക, എന്നാൽ നീ ജീവിക്കും. എന്നാൽ ഇവിടെ മനുഷ്യന് താല്പര്യമില്ലാത്തവർ, ആശുപത്രിക്കാർ പറയുന്നത്, ഡോക്ടർ പറയുന്ന കാര്യം ആണ് കേൾക്കാൻ നിൽക്കുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ ജീവിക്കുവാൻ വേണ്ടി. അവർ കുറേ പണമൊക്കെ അങ്ങോട്ട് നമ്മളിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് കഴിയത്തില്ല, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഇനി നിങ്ങൾക്ക് സ്തോത്രം. എന്നാൽ ലോകപ്രകാരം ജീവിക്കുന്നവരെ ആശുപത്രികളിലേക്ക് കടന്നുപോയി അവർ ട്രീറ്റ്മെൻറ്റുകൾ നടത്തി പരാജയപ്പെടുമ്പോൾ ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടയക്കും. ഇനി ഞങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല, നിങ്ങളെ ജീവിപ്പിക്കുവാൻ സാധ്യമല്ല. ഇനി നിങ്ങളെ ജീവിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് വല്ലത് കഴിയുമെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിപ്പീനെന്ന് പറയും. വൈദ്യന്മാരായാലും ഡോക്ടർമാരായിരുന്നാലും ബുദ്ധി ഉപദേശം പറയുന്നവരായിരുന്നാലും അങ്ങനെ പറയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൈവിടപ്പെട്ടുന്നൊരു സഭയുണ്ട് കേട്ടാ. ദൈവജനപ്രകാരം നമ്മൾ മുൻപോട്ട് പോയി ദൈവജനം കേൾക്കാതെ, ദൈവശബ്ദം കേൾക്കാതെ, ദൈവജനം കേട്ടാൽ നമ്മൾ ജീവിക്കുവാനിടയിൽ തീരും. ദൈവജനം കേൾക്കാതെ മുൻപോട്ട് പോകാൻ എന്ന ലോകമൊക്കെ, ഈ ലോകത്തിലെ സംവിധാനങ്ങൾ, വൈദ്യശാലകൾ, വൈദ്യശാസ്ത്രം എല്ലാം കൈവിടുന്നൊരു സമയമുണ്ട്. കൈവിടപ്പെടുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കൈവിടപ്പെടുമ്പോഴത്തേയും ലോകപ്രകാരം ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ കൈവിടപ്പെടുമ്പോൾ പിന്നെ മരണമാണ്. പിന്നെ വീട്ടിൽ കൊണ്ടുപോയി രോഗിയെ കിടത്തിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ രോഗി മരിക്കുവാനിടയിൽ തീരും. ഹല്ലേലൂയ. രോഗി മരിക്കുവാനിടയിൽ തീരും. അവൻ്റെ പ്രത്യാശ നശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണ്. അവന് യാതൊരു സാധ്യതയും ഇല്ല. എന്നാൽ അവൻ മരിച്ചടക്കപ്പെട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മൺമറഞ്ഞു പോയാലും
മൺമറഞ്ഞു പോയാലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ഇവിടെ യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 12, 13, 14 വചനം വായിക്കുമ്പോൾ യെഹെസ്കേലിന്റെ പുസ്തകം, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 12, 13, 14 വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ മരിച്ച് ആമേൻ ലോകപ്രകാരം ജീവിച്ച് മരിച്ച് ആമേൻ മൺമറഞ്ഞു പോയാലും നീ ദൈവത്തെ വിശ്വസിക്കാനെന്ന് തയ്യാറായാൽ, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ ആമേൻ നമുക്കുള്ളവർ, ഹല്ലേലൂയ, നാമും നമുക്കുള്ളവരും മരിച്ചടക്കപ്പെട്ട് മണ്ണിനടിയിലായി പോയാലും, അസ്ഥികൂമ്പാരമായി തീർന്നാലും, ശവപ്പറമ്പിൽ അടക്കപ്പെട്ടാലും, ആമേൻ കല്ലറകളിൽ ഒതുക്കപ്പെട്ടാലും, ദൈവവചനം കേൾക്കാൻ തയ്യാറായാൽ ആമേൻ അസ്ഥികളെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർത്തുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ കർത്താവാണ് നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ. ആ വചനം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. യെഹെസ്കേലിന്റെ പുസ്തകം 37-ന്റെ 12, 13, 14 വചനം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയപ്പെടുന്നത്, നിന്നെ ശവക്കുഴിയിൽ നിന്ന്, ശവപ്പറമ്പിൽ ഞാൻ വന്ന് നിന്നെ ശവക്കുഴിയിൽ നിന്ന് നിന്നെ കരകയറ്റും. അതുകൊണ്ട് ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ശവപ്പറമ്പിൽ നിന്ന് ഒരു മനുഷ്യനെ വിടുവിച്ചതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഹല്ലേലൂയ. കൈവിടപ്പെട്ട ഇപ്രകാരം സകലരാൽ കൈവിടപ്പെട്ട ഒരു മനുഷ്യൻ ശവപ്പറമ്പില് ആമേൻ കല്ലറകളിൽ ആമേൻ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ചെന്ന് വിടുവിപ്പാനിടയിൽ തീർന്നു. ഇന്ന് പകൽക്കാലത്തില് ആമേൻ അതിന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇത് വേറെ ഭാഗത്തേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്നത്, നിന്റെ ശവക്കുഴി ഞാൻ തോണ്ടും. ആരൊക്കെ നിന്നെ ഒതുക്കിയാലും, നിന്നെ പരിഹസിച്ചാലും, നിന്നെ അപമാനിച്ചാലും, നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്നെ തള്ളിയാലും നീ അധികം ജീവിക്കത്തില്ല, നീ ഇനി ഇത്ര ദിവസം കഴിയുമ്പോൾ നീ മരിക്കും എന്ന് വിധി കൽപ്പിച്ചാലും നിന്നെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എത്ര പേര് ലഭിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ആരൊക്കെ തയ്യാറുണ്ട്? പകൽക്കാലത്തിൽ ദൈവത്തിന്റെ വചനം ജീവിപ്പിക്കുന്നതാണ്, ജീവനും ചൈതന്യവും ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാണ്. അത് കേട്ടനുസരിക്കാൻ തയ്യാറായാൽ യെഹെസ്കേലിന്റെ പുസ്തകം 37-ന്റെ 12, 13 വചനം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേര് അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, ആമേൻ. അവിടെ പ്രവാചകനോട് പറയാണ്, ദൈവം പറയാണ് പ്രവാചകനോട് പറയേണ്ടത്, ആമേൻ, ആമേൻ, കുറച്ചുപേരെ ചത്ത് ആമേൻ മൺമറഞ്ഞ് അസ്ഥികളായി കിടക്കുകയാണ് കേട്ടോ. നമ്മൾ തുടങ്ങിയത് ആമേൻ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നിന്നാണ് തുടങ്ങിയത്. അവിടെ കുറച്ചുപേര് ആമേൻ ഹല്ലേലൂയ ആമേൻ അവിടെ പ്രവാചകനെ കൊണ്ട് നിർത്തിയിട്ട് ആമേൻ അസ്ഥികൂമ്പാരങ്ങളുടെ നടുവിൽ ഇപ്പോൾ പ്രവാചകൻ നിൽക്കുകയാണ് കേട്ടോ. പ്രവാചകനോട് ആമേൻ ദൈവം കർത്താവ് പറയുന്ന കാര്യമാണ്. വായിച്ചാലും നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത് അസ്ഥികളോട്, ആമേൻ, ലോകപ്രകാരം ജീവിച്ച് ലോകപ്രകാരം നശിച്ച് ലോകപ്രകാരം നശിച്ചു പോയി പിന്നെ നശിച്ചു അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകപ്രകാരം അടക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അസ്ഥികൂമ്പാരമാണ്. അസ്ഥികളിലേക്ക് നീക്കും. അസ്ഥി ആമേൻ കുറെ കാലം ഇങ്ങനെ ഭൂമിയിൽ കിടക്കും, ഭൂമിയുടെ അകത്തലകളിൽ കിടക്കും. പ്രൈസ് ദി ലോർഡ്. മരിച്ചടക്കപ്പെട്ടവരുടെ കഥ പറയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളാരും മരിച്ചടക്കപ്പെട്ടിട്ടില്ല. നമ്മൾ മരിച്ചടക്കപ്പെടും മുമ്പേ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടോളണം. ആമേൻ. നമ്മൾ അസ്ഥികൂമ്പാരം മുമ്പേ, അസ്ഥികളോട് ചേർക്കും മുമ്പേ, അസ്ഥികളായി തീരും മുമ്പേ നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ടോളണം. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർ ദൈവം ജീവിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവന് മരണമില്ല. അവൻ വിശ്വസിക്കുമ്പോൾ, അവൻ വിശ്വാസത്താൽ അവർ ജീവിക്കുമ്പോൾ അവൻ ഉയർത്തി ജീവിപ്പാനിടയിൽ തീരും. ഇന്ന് പകൽക്കാലം ഒരു ഉയർപ്പിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ദൈവസന്നിധിയിലെ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതം മാറി വരുന്നൊരു പകൽക്കാലമാ, വിടുതലായി തീരുന്ന ഒരു പകൽക്കാലമാ. ഓ ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വചനം വായിച്ചാട്ടെ. യെഹെസ്കേൽ 37-ന്റെ 12 പറയേണ്ടത് അരുളി ചെയ്യുന്നു, എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു. ഞാൻ നിന്നെ, ദൈവം പറയണ്, പ്രവാചകനോട് പറയണ്, മനുഷ്യനോട് പറയണ്, ഞാൻ ഹല്ലേലൂയ. വായിച്ചാലും ഞാൻ നിങ്ങളുടെ ശവക്കുഴി, ഞാൻ നിന്റെ ശവക്കുഴി തോണ്ടും. നിന്നെ ആരെങ്കിലും അടക്കിയിട്ടുണ്ടെങ്കിൽ, ആമേൻ, പലരും നമ്മളെ അടക്കിയിരിക്കാം. ഇന്നലകളിൽ
നമ്മൾ മുൻപോട്ട് പോകാതെ വണ്ണം നമ്മളെ വഴികളെ, നമ്മളെ ആദായങ്ങളെ, നമ്മളെ ബിസിനസ്സുകളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബത്തെ പലരായി ഒതുക്കി ആമേൻ എന്നേക്കായി അടക്കിയിരിക്കുകയായിരിക്കാം. പക്ഷെ ശവക്കുഴി തോണ്ടും. എന്റെ കർത്താവ് ശവക്കുഴി തോണ്ടി നിന്നെ പുറത്തെടുക്കും. നിന്നെ വീണ്ടും ജീവനുള്ളവരെ തീർത്തിട്ട് ഞാൻ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകും. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ ദൈവവചനം കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. വായിച്ചാലും പ്രൈസ് ദി ലോർഡ്. ഞാൻ ശവക്കുഴി തോണ്ടി, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് നിന്നെ ഞാൻ കയറ്റും. ഇന്നത്തെ ചിന്താവിഷയം ഇതാകുന്നു കേട്ടോ ദൈവങ്ങളെ. ശവക്കുഴിയിൽ നിന്ന് കയറ്റുന്നവൻ, നിന്നെ ശവക്കുഴി തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അനേകർ തള്ളി ഉപേക്ഷിച്ച് ആമേൻ മണ്ണിന്റെ അടിയിലാക്കിയിരിക്കാം. തള്ളിക്കളയും. അനേകർ തള്ളിക്കളഞ്ഞത് മൂലക്കല്ല്. ലോകം നമ്മെ തള്ളിക്കളയുമ്പോൾ, ലോകം നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ, ലോകം നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ലോകം നമ്മെ ആമേൻ ഹല്ലേലൂയ മരിച്ചവരുടെ ലിസ്റ്റിലാക്കുമ്പോൾ, ഹല്ലേലൂയ ആമേൻ ദൈവവചനം നമ്മളെ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. വായിച്ചാൽ ആമേൻ എന്താ വായിച്ചത് അവിടെ? യെഹെസ്കേലിന്റെ പുസ്തകത്തിലൂടെ എന്താ വായിച്ചത്? നിന്നെ ഞാൻ ശവക്കുഴി തുറന്ന് പുറത്തു കൊണ്ടുവരും. ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്ത് ആമേൻ ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവരാം. ഇന്ന് പകൽക്കാലത്തില് ദൈവസന്നിധിയിലുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. അവർ ഇസ്രായേൽ ദേശത്തിലാണ്. ആരാണ്? നമ്മളൊക്കെ ഇസ്രായേലാണ് അല്ലേ? നമ്മളൊക്കെ ആത്മീയ ഇസ്രായേലാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ. നമ്മളെ വിശ്വാസത്താൽ ഇസ്രായേലായി തീർന്നവരാണ്. ഹല്ലേലൂയ. ലോകപ്രകാരമുള്ള വിവിധ വർണ്ണഭാഷ ഗോത്ര കുലങ്ങളിൽപ്പെട്ടവരും വിവിധ ജാതി വർണ്ണങ്ങളിൽപ്പെട്ടവരായിരിക്കാം. ആമേൻ. എന്നാൽ ദൈവസന്നിധിയില് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ വിശുദ്ധനും ലോകത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ അശുദ്ധനുമാകുന്നു. നമ്മൾ ആമേൻ വിശുദ്ധ ജാതി, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവന്റെ അവകാശമാകുന്നു. ഹല്ലേലൂയ. അവന്റെ അവകാശത്തെ മരിച്ചാലും അവൻ ഉയർപ്പിക്കും. ഞാൻ നിന്റെ ശവക്കുഴി തുറന്ന് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. അത്ര ശക്തനാണ് നമ്മുടെ കർത്താവ് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതിനെ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം കേൾക്കണം. അങ്ങനെ എന്റെ ജനമേ, മതി വായിച്ചാലും എന്റെ ജനമേ, അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ ദൈവമക്കളെ? സകലം അസാധ്യമായതൊക്കെ സാധ്യം. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആമേൻ. നിന്നെ ഞാൻ ആമേൻ ഹല്ലേലൂയ അനേകർ നിന്നെ ആമേൻ ഒറ്റപ്പെടുത്തി, നിന്നെ തകർത്ത്, നിന്നെ നശിപ്പിച്ച്, നിന്നെ ഒതുക്കിയിരിക്കാം. എന്നാൽ നിന്റെ ശവക്കുഴി തുറന്ന് നിന്നെ ഞാൻ പുറത്തെടുക്കാം. ഞാൻ നിന്നെ ജീവിപ്പിക്കുന്ന, എൻ്റെ വചനപ്രകാരം നിന്നെ ജീവിപ്പിക്കുന്ന യഹോവ എന്ന് നീ അറിയും. ഹല്ലേലൂയ. നീ അറിയും യഹോവയാണ് എന്നെ ജീവിപ്പിച്ചത്. നീ അറിയും. ഹല്ലേലൂയ. ആമേൻ. അതിന് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യെഹെസ്കേലിന്റെ പുസ്തകം ആമേൻ 37:1 മുതൽ ചില വചനം വായിച്ചാട്ടെ. യെഹെസ്കേൽ 1. യഹോവയുടെ കൈ പ്രവാചകന്റെ ആമേൻ പ്രവാചകനെ വായിച്ചാലും യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. ആമേൻ. ഇവിടെ പ്രവാചകനെ യെഹെസ്കേൽ പ്രവാചകനെ ആമേൻ യെഹെസ്കേൽ പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ കൈ അവന്റെ മേൽ വന്നിട്ട് ദൈവത്തിന്റെ പ്രവാചകനെ ആമേൻ ആമേൻ ഹല്ലേലൂയ താഴ്വരയിലേക്ക് നയിക്കുകയാണ്. വായിച്ചാലും കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുത്തിൽ നിർത്തി. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ എന്നെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ യഹോവയായ കർത്താവേ
നീ അറിയുന്നു. ആമേൻ. മതി. സ്തോത്രം. തുടർന്ന് വായിക്കണം. ആമേൻ. ഇവിടെ പ്രവാചകനെ ആമേൻ താഴ്വരയിൽ കൊണ്ട് നിർത്തിയിട്ട് എന്താ കാണുന്നതെന്ന് ചോദിച്ചു. അസ്ഥികൾ, താഴ്വര മുഴുവൻ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ദൈവം എന്ന കർത്താവ് പ്രവാചകനോട് ഈ അസ്ഥികളൊക്കെ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. തുടർന്ന് ഹല്ലേലൂയ ദൈവം എന്ന കർത്താവ് പറയുകയാണ്, നിങ്ങൾ ജീവിക്കേണ്ടത്. പ്രവാചകനോട് പറയുകയാണ്. പ്രവാചകൻ എന്താ പറഞ്ഞ പിന്നെ വീണ്ടും വായിച്ചാലും എന്നെ അവരുടെ ഇടയിൽ ചുറ്റി നടക്കുമാറാക്കി ആക്കി അവയുടെ അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ട് വിശ്വാസമില്ലാതെ ലോകപ്രകാരം നശിച്ച് ആമേൻ ഇപ്പൊ അസ്ഥികളായിട്ട് കിടക്കുകയാണ്. ഒരു ഉയർപ്പുമില്ല, ഉയർപ്പില്ല, ഉണർവില്ല, പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, വിശ്വാസമില്ല. അസ്ഥിയായിട്ട് കിടക്കുകയാണ്. അസ്ഥി കൂമ്പാരത്തോട് വായിച്ചാലും ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട് മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. വചനം കേൾപ്പീൻ. വചനം കേൾക്കണം. നമ്മൾ ജീവിക്കണമെങ്കിൽ വചനം കേൾക്കണം. വചനം കേട്ടനുസരിച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിൽ മേൽ ദൈവം പകരുവാനിടയിൽ തീരും. നമ്മൾ വീണ്ടും ജീവിപ്പാനിടയിൽ തീരും. വീണ്ടും നമ്മളെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ കർത്താവ് പകരുവാനിടയിൽ തീരും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. തുടർന്ന് വായിച്ചാലും യെസ്. ഹല്ലേലൂയ. കർത്താവേ, നീ അറിയുന്നു ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം ദൈവത്തിന്റെ ആത്മാവിനെ വരുത്തുമെന്നാണ്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ പകരും എന്നാണ്. ആമേൻ. ദൈവവചനം പറയുന്നത് സാമേൻ അന്ത്യകാലത്തില് സകല ജഡത്തിന് പേര് എന്റെ ആത്മാവിന് കർത്താവ് പകരുമെന്നാണ്. അവർ ജീവിക്കും, വീണ്ടും ജീവിക്കേണ്ടത് അവൻ പ്രവചിക്കും. അവരുടെ വൃദ്ധന്മാര്, അവരുടെ മക്കൾ സ്വപ്നങ്ങളെ കാണും, ദർശനങ്ങളെ കാണും. യെസ്. ശ്വാസം വരുത്തും. ദൈവത്തിന്റെ ആത്മാവിന് വീണ്ടും വീണ്ടെടുപ്പിലൂടെ വീണ്ടും നിത്യമായി ജീവിക്കുവാനുള്ള ശ്വാസത്തെ ദൈവാത്മാവിന് നിന്റെ മേൽ പകരുമെന്നുള്ളതാകുന്നു. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞരമ്പ് വയ്ക്കും, പിടിപ്പിച്ച് അതിന്റെ ഉണങ്ങി കിടക്കുന്ന കുഴിക്കകത്ത് കിടക്കല്ലേ അസ്ഥി ഉണ്ടല്ലോ, അതിന്റെ മേലെ ഞാൻ ഞരമ്പ് വയ്ക്കും. അതിന്റെ മേല് ഞരമ്പ് വെച്ചിട്ട് നിന്റെ മാംസം പിടിപ്പിക്കുമെന്നാണ് അടുത്തത്. നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിന്റെ തൊക്ക് കൊണ്ട് പൊതിഞ്ഞ് മാംസം ഹല്ലേലൂയ സ്തോത്രം. വരണ്ട് കിടക്കുന്ന ഉണങ്ങി കിടക്കുന്ന അസ്ഥിയുടെ മേല് ഞരമ്പ് വെച്ചിട്ട് അതിന്റെ മേല് മാംസം പിടിപ്പിച്ച് അതിന്റെ തൊക്ക് കൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു, അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കാം. സ്തോത്രം. ഇങ്ങനെ അസ്ഥിയുടെ മേൽ ഞരമ്പ് വന്നു. ഞരമ്പിന്റെ മേല് പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോഴാകുന്നു, ദൈവശബ്ദം ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാകുന്നു. ഹല്ലേലൂയ. പ്രവാചകൻ ഒന്നാമത് വന്നത് അസ്ഥിയുടെ മേല് ഞരമ്പ് വന്നു, രണ്ടാമത് വന്നത് മാംസം വന്നു, മൂന്നാമത് വന്നത് തൊക്ക് വന്നു. അങ്ങനെ മനുഷ്യനായിട്ട് നിവർന്നു നിന്നു. എങ്കിലും ജീവനില്ലായിരുന്നു. എന്നാൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ കാറ്റുകളോട് പ്രവചിക്കാൻ പറഞ്ഞു. 4 കാറ്റിനോട് പ്രവചിക്കുവാൻ പറഞ്ഞു. 4 കാറ്റിനോടും പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോഴേ വായിച്ചാലും നീ കാറ്റിനോട് പ്രവചിക്കാം. കാറ്റിനോട് പറയേണ്ടത്,
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടത്, ഈ നിഹതന്മാർ ചത്തവന്മാർ, മരിച്ചു കിടക്കുന്നവർ, ശവപ്പറമ്പിൽ കിടക്കുന്നവർ ജീവിക്കേണ്ടതിന് അവരുടെ നിഹതന്മാരുടെ ഊതുക. ഈ നിഹതന്മാർ ചത്തവന്മാരുടെ ലോകപ്രകാരം ജീവിച്ചു പോയാൽ ചത്ത് കിടക്കുവാനേ കഴിയത്തുള്ളൂ. നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിപ്പാൻ ഓർക്ക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില് ആമേൻ ഹല്ലേലൂയ, അവിടെ ഏത് സഭയുടെ ദൂതൻ എഴുതുക? സർസിസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 ആത്മാവ് 7 നക്ഷത്രമുള്ളവൻ അരുളിച്ചിരുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ അവൻ ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിപ്പാൻ ഓർക്കാം. ഹല്ലേലൂയ. ലോകം ചത്ത് കിടക്കുകയാണ്, ദൈവജനം കേൾക്കാതെ മരിച്ചു കിടക്കുകയാണ്, സാത്താന്റെ ഉപദേശം കേട്ട് സാത്താന്റെ ആലോചന പ്രകാരം ജീവിച്ച് ചത്ത് നശിച്ചു കിടക്കുകയാണ്. ആമേൻ. ആയവരൊക്കെ ഉയർക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കണം, ദൈവത്തിന്റെ വചനം കേൾക്കണം. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാണ്. നമ്മൾ ജീവിക്കും, നമ്മൾ മരിച്ചാൽ ജീവിക്കും, നമ്മൾ ഉയർത്തി ജീവിക്കും. എത്ര പേർ പ്രത്യാശിക്കുന്നുണ്ട്, നമ്മൾ മരിച്ചാൽ ജീവിക്കുമെന്ന്. നമ്മുടെയൊക്കെ മരണമില്ലെന്ന്, നമുക്ക് മരണമില്ലെന്ന് ദൈവത്താലുള്ള മക്കൾക്ക്, ദൈവവചനം കേൾക്കുന്ന മക്കൾക്ക്, ദൈവാത്മാവ് പ്രാപിച്ച മക്കൾക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കൾക്ക്, ദൈവത്തോടുകൂടെ നടക്കുന്ന മക്കൾക്ക് മരണമില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഓ, ദൈവത്തോടുകൂടെ മക്കളെ മരിച്ചാലും ഉയർത്തുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആകയാൽ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യസ് ഇന്ന് പകൽക്കാലം എത്ര പേർ സന്ദേശം, ഈ ശബ്ദം, ദൈവശബ്ദം എത്ര പേർ കേൾക്കുന്നുണ്ട്, എത്ര പേർ സ്വീകരിക്കുന്നുണ്ട്, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവങ്ങളെ ഹല്ലേലൂയ. ഒരു വചനം കൂടെ വായിച്ച് വേഗത്തിൽ വിരാം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ സുവിശേഷം, ഹല്ലേലൂയ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 32 മുതൽ ചില വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തോടു കൂടെ നടന്ന ഒരു മനുഷ്യൻ മരിച്ചടക്കപ്പെടുവാനിടയിൽ തീർന്നു. അവന്റെ പേരാകുന്നു ലാസർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരവോർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദൈവത്തോടു കൂടെ നടന്ന ഒരു മനുഷ്യൻ, ആമേൻ, കർത്താവിനെ അനുഗമിച്ച ഒരു മനുഷ്യൻ, കർത്താവിന്റെ ശിഷ്യന്മാരോട് കൂടെ അനുഗമിച്ച ഒരു മനുഷ്യൻ ആകുന്നു ലാസർ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലാസർ മരിച്ചു അടക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ യേശുവിനെ, ആമേൻ, ലാസറിന് യേശുവിനെ അറിയാം, ലാസറിന്റെ കുടുംബക്കാർക്ക് യേശുവിനെ അറിയാം, ലാസറിന്റെ കുടുംബക്കാരെ അവരെ സഹോദരങ്ങളാണ് മാർത്തയും മറിയയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ, അവരുടെ ജീവിതത്തിൽ, അവരുടെ ആത്മീക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ, ആമേൻ, ലാസറിന്റെ ജീവിതത്തിൽ ആമേൻ താൻ പെട്ടെന്ന് രോഗിയായി തീർന്നപ്പോൾ മാർത്തയും മറിയയും യേശുവിനെ കാര്യം അറിയിച്ചു. നിന്റെ സ്നേഹിതൻ ലാസർ ദീനം പിടിച്ചു കിടക്കുകയാണ്, നീ വന്നൊന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു യേശുവിനടുത്ത്. ആമേൻ. അപ്പം അതിന് യേശു, ആമേൻ, ഹല്ലേലൂയ, പെട്ടെന്നൊന്നും അവിടെ പോയിട്ടില്ല കേട്ടോ. കാരണം ഈ വാർത്ത കേട്ട ഉടനെ തന്നെ പെട്ടെന്നൊന്നും പോയില്ല. അവിടെ ദൈവനാമ മഹത്വം പെടുവാനുണ്ട്. ആമേൻ. അവിടെ ഒരു വലിയൊരു വീര്യപ്രവൃത്തി ആമേൻ നടക്കുവാനുണ്ട്. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഹല്ലേലൂയ, യേശു 3 നാൾ അവിടെ ആമേൻ താൻ ആയിരുന്ന സ്ഥാനത്ത് തന്നെയായി. 3 നാൾ കഴിഞ്ഞപ്പോഴാകുന്നു ഹല്ലേലൂയ യേശു ആമേൻ മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെ ഭവനത്തിലേക്ക് പോകുവാനിടയിൽ തീർന്നത്. അവിടെ ചെന്നപ്പോഴാകുന്നു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. വായിച്ചാലും യേശു അവളോട് വിശ്വസിച്ചാൽ, ആമേൻ, ഹല്ലേലൂയ, യേശു അവിടെ വരുമ്പോൾ, ലാസറിന്റെ ഭവനത്തിൽ വരുമ്പോൾ, ലാസർ ഹല്ലേലൂയ മരിച്ചടക്കപ്പെട്ട് ആമേൻ 4 നാളായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം യേശു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേൻ. യേശുവേ സ്തോത്രം 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 സ്തോത്രം. മരിച്ചാൽ പിന്നെ ജീവിക്കുമോ? ജീവിക്കത്തില്ല. ആമേൻ. ലാസർ മരിച്ച് 4 നാളായിട്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള വചനമാണല്ലേ. ലാസർ മരിച്ചിരിക്കുകയാണ്. ഇപ്പൊ യേശു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. 4-ാം നാളാണ് യേശു വന്നത്. ആമേൻ. 3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു വന്നു. യേശു വന്നപ്പോൾ ആമേൻ അവിടെ ആമേൻ യേശുവിൻ്റെ ആമേൻ ഹല്ലേലൂയ ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും മാർത്തയാ ഓടി വന്നത്. മാർത്ത ഓടി വന്ന് യേശു വന്നെന്നറിഞ്ഞ് പട്ടണവാതിൽക്കൽ യേശു വന്നെന്നറിഞ്ഞിട്ട് ആമേൻ യേശുവിനെ അനുഗമിപ്പാൻ, യേശുവിനെ സ്വീകരിപ്പാൻ, യേശുവിനെ ക്ഷണിക്കുവാൻ അവിടെ പോകുവാനിടയിൽ തീർന്നു. സ്വീകരിപ്പാൻ അല്ലെങ്കിൽ പോകുവാനിടയിൽ തീർന്നു. അപ്പോൾ ആമേൻ അവിടെ ചെന്നിട്ട് പറയുന്ന കാര്യമാകുന്നു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ സ്നേഹിതൻ മരിക്കയില്ലായിരുന്നു എന്ന് പറയാനിടയിൽ തീർന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ മരിക്കുക, എൻ്റെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. എങ്കിലും നീ ഒന്ന് ദൈവത്തോട് പറഞ്ഞാൽ ആമേൻ ദൈവം എല്ലാം ചെയ്തു തരുമെന്ന് ഞങ്ങൾ അറിയുന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിന് യേശു മറുപടി പറഞ്ഞത്, നീ വിശ്വസിക്കുക, ആമേൻ ദൈവപുത്രനിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന ഒരു പകൽക്കാലമാ. ആമേൻ. ശാപക്കുഴി തോണ്ടിയത് ഞാൻ പുറത്തെടുക്കുന്നു. ഓ ഹല്ലേലൂയ. ശവക്കുഴി തോണ്ടി പുറത്തുകൊണ്ട് വരും. എന്നിൽ വിശ്വസിക്ക. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആരിലാ വിശ്വസിക്കുന്നത്? ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ഉയർത്തു ജീവിക്കും. അവന് മരണം ഇല്ല, അവൻ നിത്യമായി ജീവിക്കും. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ആമേൻ ദുഃഖത്താൽ ദുരിതങ്ങളാൽ ആമേൻ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വിടുവിടുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. ആമേൻ. ചാവറായവരൊക്കെ പുറത്തു വരുന്നൊരു പകൽക്കാലമായി തീരട്ടെ. മരിച്ചു കിടക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് എല്ലാം പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ചങ്ങലകൾ പൊട്ടി, ശത്രു കെട്ടി ഒതുക്കിയ മണ്ഡലങ്ങളെല്ലാം പൊട്ടി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പാമ്പുകളെ, തേളുകളെ, ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആകെ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ യെസ് വിശ്വസിക്കുന്നവരുടെ മേൽ വിടുതൽ വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു, എത്ര പേര് ആരാധിക്കുന്നുണ്ട്, എത്ര പേർ ദൈവവചനം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. വായിച്ചാലും തുടർന്നുള്ള വചനങ്ങൾ വായിച്ച് വേഗത്തിൽ ഞാൻ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു അവളോട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? അവർ കല്ല് നീക്കി അവനെ എവിടെയാകുന്നു അവനെ അടക്കിയത്, എവിടെയാകുന്നു അടക്കിയതെന്ന് ചോദിച്ചതിന് കർത്താവേ അവൻ ഇപ്പോൾ തന്നെ നാറ്റം വച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആമേൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കിയാൽ പലപ്പോഴായി നമ്മൾ മരിച്ച്, ലോകപ്രകാരം മരിച്ച് ആമേൻ അല്ലെങ്കിൽ ഒരു ജീവശവം പോലെ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പലപ്പോഴായി. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ ഉയർത്തി ജീവിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനെ ആമേൻ നമ്മൾ പലപ്പോഴായി നാറ്റം വച്ചു. ലോകക്കാർ മുഴുവനും പരിഹസിച്ചു, ലോകക്കാർ മുഴുവനും നിന്ദിച്ചു, ലോകക്കാർ മുഴുവൻ അപമാനിച്ചു, ലോകക്കാർ മുഴുവനും പറഞ്ഞു വിധി പറഞ്ഞു. ഇനി പോകത്തില്ല, ഒന്നും കഴിയത്തില്ല, ഇനിയും നടക്കത്തില്ല, അനുഗ്രഹമൊന്നും പ്രാപിക്കത്തില്ല, നന്മ പ്രാപിക്കത്തില്ല, വിടുതൽ പ്രാപിക്കത്തില്ല. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു പകൽക്കാലമാണ്. ആമേ നിന്റെ അസാധ്യതകളെ സാധ്യമാകുന്ന ഒരു പകൽക്കാലമാണ്. നിന്റെ മേൽ ദൈവാനുഗ്രഹങ്ങളെ പകരപ്പെടുന്ന ഒരു പകൽക്കാലമാണ്. ആമേ നമ്മൾ മരിച്ചാൽ ഉയർത്തപ്പെടുന്ന ഒരു പകൽക്കാലമായി തീരുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചാലും ദൈവാസിയെ ആ ഭാഗം വായിച്ചാലും ഹല്ലേലൂയ. അതിനവൻ
പ്രൈസ് ദി ലോർഡ്. അവനെ എവിടെയാണ് അടക്കിയത്? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. മറിയ പറഞ്ഞു, മർത്ത പറഞ്ഞു, അവൻ 4 നാളെ നാറ്റം വെച്ചിരിക്കുകയാണ്. ആമേൻ. അവിടെ യേശു പറഞ്ഞത്, ആമേൻ, നീ എന്നിൽ വിശ്വസിക്കുക, ആമേൻ, എന്നാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നോട്. അവനെ കൊണ്ടുപോയി അടക്കിയ സ്ഥലത്ത് ശവപ്പറമ്പിലേക്ക് യേശുവിനെ കൊണ്ടുപോയി, കല്ലറയ്ക്കലേക്ക് യേശുവിനെ കൊണ്ടുപോയി. യേശു വെള്ളം നൊന്ത് കരഞ്ഞു. ആമേൻ. കരഞ്ഞുകൊണ്ടാകുന്നു അവൻ താൻ സ്നേഹിച്ച തൻ്റെ ജീവകാലത്തില്, ലാസറിന്റെ ജീവകാലത്തില് യേശുവിനോട് കൂടെ ആയിരുന്നു. ലാസർ മരിച്ചപ്പോൾ അവന് വലിയ ദുഃഖമായി. യേശു കരഞ്ഞു, കണ്ണുനീർ വാർത്തു. ഇതാണ് യോജനം. ആമേൻ. നമ്മൾ ദൈവത്തോട് കൂടെ ഉണ്ടോ? ആമേൻ. ദൈവം നമ്മളെ കുറിച്ച് അവൻ കരഞ്ഞ് നമ്മളെ മാറോട് മാറ്. ലോകക്കാർ നമ്മളെ പരിഹസിച്ചാലും കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും തള്ളിക്കളഞ്ഞാലും കർത്താവ് നമ്മുടെ മാറോട് ചേർത്ത് അവൻ നമ്മളെ ആശ്വസിപ്പിക്കും. അവൻ ഏക ആശ്വാസകൻ, ഏക രക്ഷകൻ, ഏക ദൈവവൻ. ഹല്ലേലൂയ. ആമേൻ. യേശു പറഞ്ഞു, ആമേൻ, കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. കല്ലറയ്ക്കൽ കൊണ്ടുപോയി, യേശുവിനെ കല്ലറയ്ക്കൽ കൊണ്ടുപോയി, യേശുവിനെ ശവപ്പറമ്പിൽ കൊണ്ടുപോയി, യേശുവിനെ കുഴിമാടതാമേ ലാസറിന്റെ കല്ലറയ്ക്കൽ കൊണ്ടുപോയി കല്ലുരുട്ടി മാറ്റുവാൻ പറഞ്ഞു. വായിച്ചാലും യേശു മേലോട്ട് നോക്കി, യേശു മേൽപോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേൾക്കുന്ന ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ എപ്പോഴും കേൾക്കുന്നു. നീ എന്റെ അപേക്ഷ എപ്പോഴും കേൾക്കുന്നു. യേശു പറയുന്നത് പിതാവിനോട് അറിഞ്ഞിരുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഇന്ന് പകൽക്കാലത്തിൽ ശവപ്പറപ്പിൽ നിന്ന്, ശവക്കുഴിയിൽ നിന്ന് പുറത്തെടുക്കുന്നവരാണ്. ശവക്കുഴിയിൽ നിന്ന് മരിച്ച്, ആമേൻ, നാറ്റം വച്ച് 4 നാളായിരിക്കാം. എന്നാൽ കർത്താവിന് യാതൊരു കാര്യവും, കർത്താവിനെ ആരാധിക്കുന്നവർ, കർത്താവിൽ വിശ്വസിക്കുന്നവർ, കർത്താവിന്റെ വചനം കേൾക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ, അവരുടെ കാര്യത്തിൽ എല്ലാം സാധ്യമാ. അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആമേൻ. ലാസറിനെ പുറത്തെടുത്തു. ആമേൻ. ഹല്ലേലൂയ. ലാസറിനെ പുറത്തെടുത്തു. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ലാസറെ പുറത്തു വാ. ലാസർ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകളൊക്കെ കെട്ടുകൾ ലോകം കെട്ടിയ കെട്ടുണ്ടല്ലോ, ലോകം കെട്ടിയ കെട്ടല്ല അഴിക്കാൻ പറഞ്ഞു. എൻ്റെ പിള്ള അവൻ പുറത്തു പോട്ടെന്ന് പറഞ്ഞ് അവന് വീണ്ടും ഹല്ലേലൂയ ജീവനുള്ളാക്കി തീർത്തു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ വചനം കേൾക്കുന്നവർ ജീവിക്കും കേട്ടോ. യേശുവിൻ്റെ വചനം കേട്ടിട്ടുള്ളവർ ജീവിക്കും. യേശുവിൻ്റെ വചനം കേൾക്കുവാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? അവർ ജീവിക്കാൻ പോവാണ്. അവർ ജീവിക്കുക. അവൻ മരിച്ചാലും ജീവിക്കും. ലോകപ്രകാരം പാപം സംബന്ധിച്ച് മരിച്ചാലും വീണ്ടും നീതിക്കായി ഉയർത്ത് പിന്നെയും ജീവിപ്പിക്കും. നമ്മുടെ കർത്താവ് നമ്മളെ ജീവിപ്പിക്കും. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത്. യെസ്, ഹല്ലേലൂയ. യേശുവേ, ഇന്ന് പകൽക്കാലത്തിൽ കർത്താവ് പറയുകയാണ്, നിന്റെ ശവക്കുഴി തോണ്ടും. നിന്റെ ശവക്കുഴി തോണ്ടും. നിന്നെ എവിടെയാണ് അടക്കിയത്? ലോകം നിന്നെ അടക്കി വെച്ചത് പലപ്പോഴായി. നിന്നെ അനേകരെ അടക്കുവാൻ നോക്കി. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതിൽ, ആമേൻ, ഹല്ലേലൂയ, ശവപ്പറമ്പിൽ കിടന്ന ഒരു മനുഷ്യനെ, ഗദരദേശത്തിലെ ശവപ്പറമ്പിൽ കിടന്ന ഒരു മനുഷ്യനെ അനേകർ ചങ്ങല കൊണ്ട് കെട്ടി ബന്ധാമേൻ, ആമേൻ, ചങ്ങല കൊണ്ട് കെട്ടുവാൻ ശ്രമിച്ചു. ആ കെട്ടുകളെയൊക്കെ അവൻ പൊട്ടിച്ചു. വിലങ്ങ് വെക്കാൻ നോക്കി. ആ വിലങ്ങിനെയും അവൻ പൊട്ടിച്ചു. ശിംശോൻ പൊട്ടിച്ചതുപോലെ ശിംശോനെ ഒരുപാട് പേര് കെട്ടാൻ നോക്കി കേട്ടോ. ദൈവവചന പ്രകാരമുള്ള ശിംശോനെ ഒരുപാട് പേര് കെട്ടാൻ നോക്കി. ജാതികൾ, ദൈവവചനം കേൾക്കാത്തവന്മാർ, ദൈവവഴികൾ നടക്കാത്തവന്മാർ, ലോകക്കാർ കെട്ടാൻ നോക്കി കേട്ടാ. അവനെ പകച്ചവർ, അവനെ ഒതുക്കാൻ നോക്കിയവന്മാർ, അവനെ അപമാനിച്ച ഒരുപാട് പേര് ലോകജാതികൾ കെട്ടാൻ നോക്കി. അവനെ അതിലെല്ലാം പൊട്ടിച്ച് ശിംശോനെ പൊട്ടിച്ച. ആമേൻ. ഹല്ലേലൂയ. ശിംശോനെ കെട്ടിയ കെട്ടുകളെല്ലാം ശിംശോൻ പൊട്ടിച്ചു. ദൈവത്താൽ പൊട്ടിച്ചു. ഹല്ലേലൂയ. അപ്രകാരം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ലാസറിനെ കെട്ടിയ കെട്ടുകളെ കഴിക്കാൻ പറഞ്ഞു. ആരാണ് കെട്ടിയത്? കെട്ടിയാളെ കെട്ടഴിക്കാൻ. എന്നിട്ട് എന്ന് പകൽക്കാലത്തിൽ നിന്നെ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ? മന്ത്രവാദം ചെയ്ത് കെട്ടിയോ? ആഭിചാരത്തിൽ കെട്ടിയോ? എല്ലാ കെട്ടുകൾ അഴിയുന്നൊരു പകൽക്കാലമായി. യാസ്,
നീ ഉയർച്ച പ്രാപിക്കത്തില്ല, നീ അനുഗ്രഹം പ്രാപിക്കത്തില്ല, നന്മ പ്രാപിക്കത്തില്ല, വിടുതൽ പ്രാപിക്കത്തില്ല, നീ തലമുറകൾ കാണത്തില്ല. നിന്നെ ഒതുക്കിയ മണ്ഡലങ്ങൾ, ശപിച്ച മണ്ഡലങ്ങൾ, നീ കോണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞ മണ്ഡലങ്ങൾ അഴിയുന്നൊരു പകൽക്കാലം, അഴിഞ്ഞു മാറുന്ന പകൽക്കാലമാണ്. നിന്നെ ശപിക്കുവാന് ലോകത്തിനെന്ത് അധികാരം, ശത്രുവിനെന്ത് അധികാരം, സാത്താനെന്ത് അധികാരം? യെസ്, അതിനെ കെട്ടഴിക്കുകയാണ്. യേശു കെട്ടഴിക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. അതെ അപ്പ, പകൽക്കാലത്തിൽ ഞങ്ങളുടെ അങ്ങയുടെ സന്നിധി ശരണപ്പെടുകയാണ്. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ അപ്പ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജീവിക്കേണ്ടതിന് എൻ്റെ വചനം കേൾപ്പീൻ, എൻ്റെ വചനം കേൾപ്പീൻ. നിങ്ങൾ ജീവിക്കേണ്ടതിന് എൻ്റെ വചനം കേൾപ്പീൻ. നിങ്ങൾ എൻ്റെ വചനം കേൾക്കുവാൻ തയ്യാറായാൽ നിൻ്റെ മേൽ നിന്നെ ഞാൻ ശവക്കുഴി തോണ്ടി നിന്നെ പുറത്തുകൊണ്ട് വരും. നിൻ്റെ മേൽ ഞാൻ ഞരമ്പ് വയ്ക്കും. നിൻ്റെ വിശ്വാസം, നിൻ്റെ പ്രത്യാശ ഭംഗം വന്നിരിക്കാം, അസ്ഥി കൂമ്പാരമായിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിൽ അസ്ഥികളുടെ മേൽ ഞരമ്പ് വയ്ക്കുന്നവൻ, അതിൻ്റെ മേൽ മാംസത്തെ കൊണ്ട് പൊതിയുന്നവൻ, അതിൻ്റെ മേൽ തൊക്കുകൊണ്ട് പൊതിയുന്നവൻ നിന്നെ നിവർത്തി നിർത്തി ഹല്ലേലൂയ ജീവനുള്ളവനാക്കി തീർത്തിട്ട് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നിട്ട് നിന്നെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഈ സന്ദേശം, ഈ വചനങ്ങളൊക്കെയും കേട്ട മക്കളെ അനുഗ്രഹിച്ചാലോപ്പ. തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്തിയോ, തകർത്തോ, പരിഹസിച്ചോ, താഴ്ത്തിയോ, വിധിച്ചോ ഒക്കെ ഇരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയുള്ളവരാണ്. നമ്മളെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് വിധി പറഞ്ഞിട്ടുള്ളവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആഫീസ് പൂട്ടി എന്നൊക്കെ പലരും പറഞ്ഞതാണ്. എന്നാൽ ആഫീസ് തുറക്കുന്നവരാണ്. ശവക്കുഴി തോണ്ടി പുറത്തു കൊണ്ടുവരുന്നവരാണ്. പുറത്തെടുത്ത് പിന്നെ ജീവിപ്പിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നവരാണ്. ഹല്ലേലൂയ. യേശുവേ, നിന്റെ മക്കളെ സമർപ്പണം ചെയ്തു, സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്തു. ഈ ശബ്ദം കേട്ട മക്കളെ മുഴുവനായി അനുഗ്രഹിച്ചാലും അങ്ങ് ഉയർത്തിയാലും അപ്പ, ഞങ്ങൾക്ക് മുമ്പിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തു. ഈ ലോകത്തിന് വേണ്ടി തന്നെ പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി ഉയർത്തു ജീവിക്കുന്നു. അവൻ ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു ദൈവം. കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആരാധന സ്വീകരിപ്പാൻ, ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനകളും ഞങ്ങളുടെ അപേക്ഷകളും ഒക്കെ കേൾക്കുവാൻ കടന്നു വന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നുവല്ലോ, ദൂരത്തുനിന്ന് ചാരത്തുനിന്നായി കൊണ്ടുവന്നു. ഈ ശബ്ദം ഞങ്ങൾ കേട്ടു. കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചയച്ചാലും രക്ഷിക്കണമേ, എല്ലാ വിടുതലുകളെ പകരണമേ. രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവേ, ഞങ്ങൾ വൈദ്യന്മാരാൽ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ജീവൻ പ്രാപിപ്പാൻ ശവക്കുഴിയിൽ നിന്ന് പുറത്തെടുക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കരത്തിൽ തരണം. എല്ലാവരും സൗഖ്യമായി അയക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഈ സന്ദേശം ഞങ്ങൾ കേൾപ്പാനിടയുന്നു. നാളെ മറ്റന്നാളെയോ ഒക്കെ ഞങ്ങൾ സ്നേഹിതന്മാർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചിലപ്പോൾ പലരും കേൾക്കുവാനിടയെത്തീരും. അവരെയും കർത്താവെ കരം പിടിച്ച് നടത്തണമേ. കൈവിടരുതേ അപ്പ. ആരൊക്കെ ദുരിതത്തിൽ ദുഃഖത്തിലൊക്കെ ഇരിക്കുന്നു ദൈവം അറിയുന്നുവല്ലോ അപ്പ. ആരൊക്കെ മരിച്ചടക്കപ്പെട്ട നിലവാരത്തിലിരിക്കുന്നു, ചത്തുകിടക്കുന്ന അനുഭവങ്ങളിലിരിക്കുന്നു, ലോകപ്രകാരം ജീവിച്ച് നശിച്ചിരിക്കുന്നു, ആരുടെ നടുവിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിപ്പാൻ അങ്ങ് മതിയ ദൈവമാണല്ലോ. അങ്ങ് ഇടപെടണമേ, പ്രവർത്തിക്കണമേ, എല്ലാവരെയും സൗഖ്യമാക്കണമേ, എല്ലാവരും രക്ഷിക്കണപ്പാ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കും. മാനവ മഹത്വം പൊഴിച്ച എല്ലാം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. കരങ്ങളെ ഉയർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒരു പാട്ടിൻ്റെ ചില വരികൾ കൂടി പാടി നമുക്കൊരുമിച്ച് ആമേൻ കർത്താവിനെ പ്രാർത്ഥിച്ചു വിടാം. പ്രൈസ് ലോർഡ്. ആമേൻ. ഒരു പാട്ടിൻ്റെ ചില വരികൾ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ.